ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രിഡ് മൈക്കിൾ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്യാൻ പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2 ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കിയാൽ മതിയാകും. അപ്പം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യ പിക്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഗാലറിയിലേക്കായിരിക്കും പോകുക. അവിടെ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ലൈൻസിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഈ ബ്ലാക്ക് ലൈൻസ് മാറ്റി നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കണം. അതിനുവേണ്ടി ഈ കളേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഡോട്ടിൽ പിടിച്ചൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ ഓക്കെ കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ തന്നെ എടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ലൈൻസിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടി ഈ തിക്നെസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കാണുന്ന നമ്പർ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ലൈൻസിന് കട്ടി കുറച്ചായിരിക്കും നല്ലത്. അതുകൊണ്ട് 1 എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൺ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കോളംസ് നമ്പർ ചേഞ്ച് ചെയ്യണം. അതിൻ്റെ താഴെ ഇത് കോളംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ 7 എന്നായിരിക്കും കിടക്കുക. അപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾ 10 എന്ന് കൊടുക്കുക. നമുക്ക് A4 വരയ്ക്കുമ്പം ഈ ഒരു സൈസിലാണ് ഞാൻ ഇപ്പം ഈ ഒരു നമ്പേഴ്സാണ് ഞാൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റോബ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ 12 എന്ന് മാറ്റി 13 എന്ന് കൊടുത്തിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് A4 വരയ്ക്കാനൊക്കെ ഈ നമ്പേഴ്സാണ് ഞാൻ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് വലത്തേക്ക് 10 കോളംസും താഴേക്ക് 13 കോളംസുമാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്നുകൂടെ കറക്റ്റാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ഓരോന്നെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ താഴെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ആ ഒരു ഫോട്ടോ സേവ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് എടുത്ത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിൽ തന്നെ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ പാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വരച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രോയിങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്കും ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ.